ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്യേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദ ശങ്കരം ലോകശങ്കരം. സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യേ നമഃ. സൗന്ദര്യലഹരി മംഗളാചരണം. സൗന്ദര്യലഹരീ കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവർയായ യതിരാചായതേ നമഃ. സൗന്ദര്യലഹരി നമ്മൾ 4 ശ്ലോകമാണ് കണ്ടത്. 5-ാമത്തെ ശ്ലോകം ചൊല്ലാം. ഹരിസ്ത്വാമാരാധ്യ പ്രണതജനസൗഭാഗ്യജനനീം പുരാനാരീ ഭൂത്വാ പുരരിപുമഭിക്ഷോഭമനയദ് സ്മരോപി നത്വാ രതിനയനലേഹ്യേന വപുഷാ മുനീനാമപ്യന്ത പ്രഭവതി മോഹായ മഹദാം. നമ്മുടെ ദേവിയുടെ ഗുണഗണങ്ങളും ദേവിയെ ആരാധിച്ചാൽ എന്തൊക്കെ സാധിക്കും എന്നൊക്കെയാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ദേവന്മാർക്ക് പോലും കർമ്മശക്തി കിട്ടണമെങ്കിൽ ദേവിയെ ആരാധിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ അങ്ങനെ തന്നെ. ഹരിഹി ത്വാം ആരാധ്യ പദച്ഛേദമാണ്. പ്രണതജന സൗഭാഗ്യ ജനനീ പുരാ നാരീ ഭൂത്വാ പുരരിപു അഭി ക്ഷോഭമനയത് സ്മരഹ അഭി ത്വാം നത്വാ രതിനയനലേഹേന വപുഷാ മുനീനാമപ്യന്തഃ പ്രഭവതി ഹി മോഹായ മഹദാം. ഹരിഹി ഹരിഹരം മഹാവിഷ്ണു. മഹാവിഷ്ണു അന്വയം പറയുകയാണ്. മഹാവിഷ്ണു പ്രണതജന സൗഭാഗ്യജനനീ നമസ്കരിക്കുന്നവർക്ക് സൗഭാഗ്യത്തെ ഉണ്ടാക്കുന്ന ത്വാം നിന്തിരുവടിയെ, അതായത് ദേവിയെ ആരാധിച്ചിട്ട്, ആരാധ്യ പൂജിച്ചിട്ട്, പുര പണ്ട്, നാരീഭൂത്വാം സ്ത്രീയായി ഭവിച്ചിട്ട്, എവിടെയാണത്? പാലാഴി മദന കഥയിലാണ് ഭഗവാൻ മോഹിനി രൂപമെടുത്തത്, സ്ത്രീയായി ഭവിച്ചത്. കഥ മിക്കവാറും എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ദുർവാസവ മഹർഷിയുടെ ശാപം മൂലം ദേവന്മാർക്ക് സ്വർഗലോകപ്രാപ്തി ഇല്ലാതായി, ജരാനരം ബാധിച്ചു. അപ്പോൾ അതുകൊണ്ട് ഭഗവാനെ സമീപിച്ചു. വിഷ്ണുദേവനെ സമീപിച്ചപ്പോൾ പറഞ്ഞു പാലാഴി മഥനം ചെയ്യണം എന്ന്. അപ്പോൾ മന്ദരപർവ്വതം കടക്കോലായും വാസുകി സർപ്പത്തെ പാമ്പിനെ കയറായിട്ടും ഭഗവാൻ അജിതനായിട്ടും കൂർമ്മമായിട്ടും താഴെയും മുകളിലും നിന്ന് ഭഗവാന്റെ സഹായത്തോടെയാണ് പാലാഴി മഥനം ചെയ്തത്. പാലാഴി മഥനം ചെയ്യുമ്പോൾ അസുരന്മാരും ദേവന്മാരും കൂടിയാണ് പാലാഴി. ഭഗവാൻ പറഞ്ഞിട്ട് തന്നെയാണ്, അതായത് അസുരന്മാർക്ക് ശക്തി കൂടുതലുണ്ട്, അപ്പോൾ അവർക്കും പകുതി അമൃതം കിട്ടിയാലേ പകുതി അവർക്കും കൊടുക്കാമെന്നാണ് അതിൻ്റെ വ്യവസ്ഥ. ആ വ്യവസ്ഥ പാലിച്ചുകൊണ്ടാണ് പാലാഴി മഥനം ചെയ്തത്. അപ്പോൾ ധന്വന്തരി മൂർത്തി അമൃതകുംഭവുമായിട്ട് പൊന്തി വന്നു.
മദനം നടത്തിയപ്പോൾ അപ്പോൾ ധന്വന്തരിയുടെ മൂർത്തിയുടെ കയ്യിൽ നിന്ന് അമൃതകുംഭം തട്ടിയെടുത്ത് അസുരന്മാർ അപ്രത്യക്ഷമായി. അപ്പോൾ ഭഗവാനാണല്ലോ ഇതിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? അസുരന്മാർക്ക് അമൃതത്തിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെടുക ഈ മോഹിനി രൂപമാണ് എന്ന് ധരിച്ച് മോഹിനി രൂപമെടുത്ത് അവരോട് വ്യവസ്ഥയുണ്ടാക്കി. അപ്പോൾ അവർ മോഹിനിയെ കണ്ട ഉടനെ അസുരന്മാർക്ക് മോഹിനി വിളമ്പി തന്നാൽ മതി എന്ന് ഭഗവാൻ പറഞ്ഞത് പ്രകാരം അതേ എന്ന് പറഞ്ഞു. അവർ സമ്മതിച്ചു. അപ്പോൾ കുറച്ച് സമയം കണ്ണടച്ചിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അസുരന്മാരൊക്കെ കണ്ണടച്ചിരുന്നു. അപ്പോൾ അമൃതം വിളമ്പിക്കൊണ്ടേ ഇരിക്കുക, എല്ലാവരും കണ്ണ് തുറന്ന് കഴിഞ്ഞാലേ അമൃതം കഴിക്കാൻ പാടുള്ളൂ എന്നും വ്യവസ്ഥ ചെയ്തിട്ടാണ് തുടങ്ങിയത്. അതിനുശേഷം കുറേ സമയമായിട്ടും കണ്ണ് തുറക്കാൻ പറയുന്നില്ല. അപ്പോഴെന്ത് ചെയ്തു? ഈ അസുരനായ ഈ സുർഭാനു എന്ന് പറഞ്ഞ അസുരൻ ഈ സദാ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യദേവൻ്റെയും ചന്ദ്രദേവൻ്റെയും മധ്യത്തിൽ പോയിട്ടിരുന്നു. അപ്പോൾ ഭഗവാൻ അമൃതം ദേവന്മാർക്ക് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അസുരന്മാരെ വിട്ടിട്ട് ദേവന്മാർക്ക് വിളമ്പിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതെന്താ കണ്ണ് തുറക്കാൻ പറയാതെ എന്ന് വിചാരിച്ച് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ദേവന്മാർക്ക് കൊടുക്കുന്നതാണ് കണ്ടത്. അതിനാലാണ് അവരുടെ മധ്യത്തിൽ പോയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അമൃതം വിളമ്പിയ ഉടനെ സൂര്യദേവനും ചന്ദ്രദേവനും കാണിച്ചു കൊടുത്തു. അപ്പോൾ ഭഗവാൻ കണ്ടു. അപ്പോൾ അമൃതം വിളമ്പിയ ഉടനെ അസുരന്മാരുടെ ലക്ഷണം എന്നത്ര ഭക്ഷണം കണ്ട ഉടനെ തൊട്ട് തിന്നു. അതുകൊണ്ട് ഈ അമൃതവും തൊട്ട് കഴിച്ചുപോയി കുറച്ച്. അപ്പോൾ അതുകൊണ്ട് അസുരനാണെന്ന് കണ്ടപ്പോൾ ഭഗവാൻ ചക്രം ഉപയോഗിച്ച് കഴുത്തറുത്തു. അങ്ങനെയാണ് രാഹുവും കേതുവായി മാറിയത്. അപ്പോൾ അവരോടുള്ള പക ആരോട്? സൂര്യനും ചന്ദ്രനും കാണിച്ചു കൊടുത്തുകൊണ്ട് അവരോട് പക തീർക്കാനായിട്ടാണ് ഗ്രഹണം എന്നാണ് പുരാണം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ സുർഭാനുവിന് കുറച്ച് അമൃതം കിട്ടിയത് കൊണ്ടാണ് തല അറത്തിട്ടും ശരീരവും തലയും വേർപെട്ട് രാഹുവും കേതുവായിട്ട് മാറിയത് എന്നാണ് കഥ. പുരാണ കഥയാണ്. അപ്പോൾ ഇവിടെ സ്ത്രീയായി അങ്ങനെയാണ് ഭഗവാൻ ഭവിച്ചത്. എന്നിട്ട് അവിടുന്ന് ദേവന്മാർക്കൊക്കെ കൊടുത്തു. പിന്നെ ദേവന്മാർക്ക് പൂർവസ്ഥിതി വീണ്ടെടുത്തു അവർ. പിന്നെ യുദ്ധമുണ്ടായി. അസുരന്മാർ വെറുതെ വിടുമോ? അപ്പോൾ അസുരന്മാർ തമ്മിൽ യുദ്ധമുണ്ടായി. അപ്പോൾ ഭഗവാനും കൂടി അസുരന്മാരെ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് പുരാണ കഥ. അപ്പോൾ ഇവിടെ പറഞ്ഞത് സ്ത്രീയായി ഭവിച്ചു. അതിനുവേണ്ടിയാണ് സ്ത്രീയായി ഭവിച്ചന് ഹരി മഹാവിഷ്ണു. അപ്പോൾ പുരരിപു അഭി ത്രിപുരാന്തകനായ പരമശിവൻ കൂടി എന്ത് സംഭവിച്ചു? മനക്ഷോഭത്തെ ഉണ്ടാക്കി ഈ മോഹിനി രൂപത്തെ കണ്ടപ്പോൾ. അപ്പോൾ മനക്ഷോഭം ഉണ്ടായപ്പോൾ സ്മര അഭി മനക്ഷോഭം ഉണ്ടായി ഈ മോഹിനി രൂപത്തെ പ്രാപിച്ചല്ലോ. അതുകൊണ്ട് പറയാണ് ഇവിടെ ഈ എന്തുകൊണ്ടാണത്? കാമദേവൻ നിന്തിരുവടിയെ ഭഗവതിയെ നമസ്കരിച്ചിട്ട് രതിനയന ലേഹ്യേന കാമപത്നിയായ രതീദേവിയുടെ കണ്ണുകൾക്ക് മാത്രം ആസ്വദിക്കത്തക്കതായ സൗഭാഗ്യത്തോടു കൂടിയ ശരീരം കൊണ്ട് മഹതാം ധീരന്മാരായ ഈ മഹാദേവന് വരെ അപ്പോഴേ മോഹിനി രൂപത്തെ കാണണം എന്ന് പറഞ്ഞ് കാമാവേശമുണ്ടായി എന്നാണ് പറയുന്നത്. അതാണ് ഭഗവതിയെ പ്രാപിച്ചാലുള്ള, ഭഗവതിയെ നമസ്കരിച്ചാൽ ഉള്ള ഗുണം എന്ന് പറയുന്നത്. അത് ഗുണമാണ് ദോഷമാണെന്ന് പ്രപഞ്ചത്തിൻ്റെ ആവാസ വ്യവസ്ഥിതിക്ക് നമ്മുടെ സ്ഥാവരങ്ങൾക്ക്, അതായത് ജന്മം കൊണ്ട് എല്ലാ ജീവജാലങ്ങൾക്കും കുറച്ച് കാമദേവൻ്റെ ആകർഷണമൊക്കെ ഉണ്ടെങ്കിലും മാത്രമേ ഈ പ്രപഞ്ചത്തിന് ആവാസ വ്യവസ്ഥിതി നിലനിൽക്കുകയുള്ളൂ എന്നും പറയുന്നു. അതുകൊണ്ട് കാമൻ വേണ്ടുന്ന ഒരു ദേവനാണ് എന്നും. പക്ഷേ എന്ത് സംഭവിച്ചു? മഹാദേവനെ പരമശിവനെ, ആ ധ്യാനത്തിലിരിക്കുന്ന പരമശിവനെ പോയിട്ട് ആ കാമദേവൻ ബഹുഷ ശരീരം കൊണ്ട് മഹതാൻ ധീരന്മാരായ മുനികളെയും ഈ മഹാദേവനെയും ആവേശിക്കാൻ വേണ്ടി, മുനികളെ എന്ന് പറഞ്ഞാൽ മുനികൾക്ക് കൂടി മനക്ഷോഭത്തെ ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പരമശിവനെ പോയി കാമാസക്തി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ പരമശിവൻ്റെ മൂന്നാം തൃക്കണ്ണ് കൊണ്ട് കാമനെ ദഹിപ്പിച്ച് കളയുക ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് കാമദേവന് പിന്നെ ശരീരമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള കാമദേവൻ ഈ ഋഷീശ്വരന്മാരെ പോലും അവരുടെ മനസ്സിൽ പോലും അന്ധകരണത്തിൽ പോലും വികാരമുണ്ടാക്കുന്നു എന്ന്. എന്ത് കാരണമാണ്? പ്രഭവതി അങ്ങേ
ആരാധിച്ചത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. ദേവിയെ ആരാധിച്ചത് കൊണ്ടാണ്, കാമദേവൻ ദേവിയെ ആരാധിച്ചത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നു എന്നതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ കാമദേവൻ ആരാം അടുത്ത ശ്ലോകത്തിൽ പറയും അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ. അപ്പോൾ രതീദേവിക്ക് മാത്രം അനുഭവിക്കാനുള്ളതാണ് കാമദേവൻ്റെ ശരീരം. അതാണ് പുരാണ പ്രസിദ്ധി. അപ്പോൾ ഇവിടെ പറയുന്നത് സാരം പറയാം. അല്ലയോ ഭഗവതി ശ്രീ മഹാവിഷ്ണു. ഋഷീശ്വരന്മാർ ആരാം? ഋഷീശ്വരന്മാർ മന്ത്രദൃഷ്ടാക്കളാണ്. മന്ത്രം ദർശിച്ചിട്ട് നമുക്കൊക്കെ പറഞ്ഞു തന്നവരാണ്. അപ്പോൾ ആരാ? നമ്മൾക്ക് ഗായത്രി മന്ത്രം എടുത്ത് നോക്കാം. വിശ്വാമിത്ര ഋഷി, സവിതാ ദേവത, ഗായത്രി ഛന്ദഃ നമ്മൾ പറയും അല്ലേ, ഗായത്രി മന്ത്രം ജപിക്കുന്നതിന് മുന്നേ. സവിതാവാര സൂര്യദേവൻ. അപ്പോൾ സൂര്യദേവനെ പ്രവർത്തിച്ചു കൊണ്ടുള്ള മന്ത്രമാണ് ഗായത്രി മന്ത്രം. അത് വിശ്വാമിത്ര മഹർഷിയാണ് ദർശിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഋഷീശ്വരന്മാർക്ക് പോലും വികാരമുണ്ടാക്കുന്നു എന്നവനായ കാമദേവൻ അത് ഭഗവതിയെ പ്രാപിച്ച കൊണ്ടാണ് അങ്ങനെ സാധിച്ചത് എന്ന് പറയുന്നു. സാരം പറയാം. അല്ലയോ ഭഗവതി ശ്രീ മഹാവിഷ്ണു നമസ്കരിക്കുന്നവർക്ക് സൗഭാഗ്യത്തെ ഉണ്ടാക്കുന്നവളായ നിന്തിരുവടിയെ ആരാധിച്ചിട്ട് പണ്ട് സ്ത്രീരൂപത്തെ സ്വീകരിച്ചിട്ട് ഉണ്ടായി. ത്രിപുരാന്തകനായ പരമശിവനും കൂടി മനക്ഷോഭത്തെ ഉണ്ടാക്കി. സ്ത്രീരൂപത്തെ മോഹിനി രൂപം സ്വീകരിച്ചിട്ട് ത്രിപുരാന്തകനായ ആ കാമദേവനെ ദഹിപ്പിച്ചവരാണ് പരമശിവൻ. അവർക്കും കൂടി മനക്ഷോഭത്തെ ഉണ്ടാക്കിയത് കൊണ്ടാണ് മോഹിനി രൂപം ഇനി ഒന്നുകൂടി കാണണം എന്ന് പറഞ്ഞ് ഭഗവാനെ സമീപിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള കാമദേവനും നിന്തിരുവടിയെ നമസ്കരിച്ചിട്ട് രതീദേവിയുടെ കണ്ണുകൾക്ക് ആസ്വാദ്യമായ സുഭഗ ശരീരത്തോടു കൂടി ജിതേന്ദ്രിയന്മാരായ മഹർഷികളുടെ അന്ധക്കരണങ്ങളിൽ പോലും വികാരത്തെ ജനിപ്പിക്കുവാൻ സമർത്ഥനായി ഭവിക്കുന്നു. അന്ധക്കരണം എന്ന നമ്മുടെ സ്ഥൂല ശരീരം എന്ന് പറഞ്ഞാൽ 10 ഇന്ദ്രിയങ്ങൾ ചേർന്ന് നമ്മൾ ഈ പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്നതാണ് നമ്മുടെ സ്ഥൂല ശരീരം. എല്ലാവരെയും ഋഷീശ്വരന്മാരെയും എല്ലാവരെയും. അപ്പോൾ ഉള്ളിലൊരു സൂക്ഷ്മ ശരീരമുണ്ട്, അന്ധക്കരണം എന്ന് പറയും. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. അപ്പോൾ ഈ ചിത്തത്തിലാണ് നമ്മുടെ ഈ വാസനകളൊക്കെ നിറച്ച് വെച്ചിട്ടുള്ളത്. ഈ വാസനകൾ എടുത്തിട്ടാണ് അത്ര നമ്മൾ മരണം സംഭവിച്ചാൽ പോവാം. വാസനകളെല്ലാം നിശേഷം ഇല്ലാതായാൽ നമ്മൾക്ക് മുക്തി ലഭിക്കും. അല്ല, വാസനകൾ അവിടെ അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വീണ്ടും ഒരു പുനർജന്മം ജനിക്കും എന്നാണ് നമ്മുടെ തത്വശാസ്ത്രം പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അന്ധക്കരണങ്ങളിൽ പോലും വികാരത്തെ ജനിപ്പിക്കുവാൻ, അതെല്ലാം ഋഷീശ്വരന്മാരിൽ ഈ വികാരങ്ങളെല്ലാം നിയന്ത്രിച്ചവരാണ്. പരമശിവൻ അതെ, എന്നിട്ടും സംഭവിച്ചു അങ്ങനെ അന്ധക്കരണങ്ങളിൽ പോലും വികാരത്തെ ജനിപ്പിക്കുവാൻ സമർത്ഥനായി ഭവിക്കുന്നു ആര്? കാമദേവൻ. അതാണ് നമ്മൾ ഇവിടെ 5-ാം ശ്ലോകത്തിൽ പറഞ്ഞത്. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീ മഹാദേവ്യേ നമഃ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാം പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ശ്രീ മഹാദേവേതി സമർപ്പയാമി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.